ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് ചുരിദാറിനും ഗൗണിനും ഒക്കെ പറ്റിയ അടിപൊളി ഒരു നെക്കാട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇതുപോലെ നെക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. അതായത് 2.5 ഇഞ്ച് അകലത്തിലും 6 ഇഞ്ച് ഇറക്കത്തിലും 4 ഇഞ്ച് ഇറക്കത്തിലും അവിടെ ഞാൻ ഈ നെക്ക് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നെക്ക് നമുക്ക് ഇതുപോലെ ലൈനിങ്ങിൻ്റെ തുണിയുടെയും നല്ല പീസിൻ്റെയും ഉള്ളിലായിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് സാധാരണ നെക്ക് തയ്ക്കുമ്പോൾ തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കാം. പിന്നെ വെച്ച് കൊടുക്കുമ്പോൾ ലൈനിങ്ങിൻ്റെയും നല്ല പീസിൻ്റെയും നടുക്കായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. കണ്ടോ, ഇതുപോലെ എങ്കിലാണ് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നെക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് മറിച്ചടിക്കുന്നതായതുകൊണ്ടാണ് ലൈനിങ് തുണിയുടെ അകത്ത് വെക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് ഈ പീസ് ഇതുപോലെ പുറത്തേക്ക് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ സാധാ അടിക്കുമ്പോൾ തന്നെ മേൽക്കാണി അടിച്ച് പതിപ്പിച്ച് എടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ അരികൊന്ന് മടക്കി അടിച്ച് കൊടുക്കണം. അടിക്കി അടിച്ചാൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു കുനിപ്പുണ്ട്. ആ കുനിപ്പിൻ്റെ അവിടെ വരുമ്പോൾ നിർത്തി വേണം തയ്ച്ച് കൊടുക്കാനായിട്ട്. ഞാൻ ഒരു സൈഡ് ഫുള്ള് തയ്ച്ച് നിർത്തിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് കൂടിയും തയ്ച്ച് ആ കുനിപ്പിൽ കൊണ്ട് നിർത്തുമായിരുന്നു. അപ്പോഴാണ് നമുക്ക് ശരിക്കും ആ കുനിപ്പ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ റൗണ്ടിലായി പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല എന്ന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വക്രത്തിനകത്തേക്ക് ഈ നെക്ക് വരച്ചെടുത്തിട്ട് വക്രത്തിനകത്ത് വെച്ച് തയ്ച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴും നമുക്ക് ശരിക്കും ആ കുനിപ്പ് ഇതുപോലെ കിട്ടും. കണ്ടോ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലേസ് വെച്ച് കൊടുക്കാം. അതിന് ചുറ്റിനും ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കണം. ഞാൻ ചെറിയ ലേസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ വെച്ചാണ് തയ്ച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി വലിയ ലേസൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് വേണമെങ്കിൽ തയ്ച്ച് കൊടുക്കാം. അപ്പം കുറച്ചും കൂടി ഭംഗിയുണ്ടാകും. അപ്പോൾ ഈ ലേസിൻ്റെ ഒരു ഭാഗവും നമുക്ക് കാണില്ല. സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിപ്പോൾ മുകളിൽ വെച്ചാണ് തയ്ച്ച് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ലേസിൻ്റെ കളറ് ഒരു മജന്ത കളറായതുകൊണ്ട് നൂല് മാറ്റിയിട്ടുണ്ട് വരും. അപ്പോൾ ഞാൻ വൈറ്റ് നൂലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുകളിൽ വെച്ച് തയ്ച്ച് കൊടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അടിയിൽ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നൂല് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാനുള്ള കുറച്ച് പീസും കൂടി വേണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ചെറിയൊരു ഡോർ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ചിൽ നമുക്ക് കുറച്ച് തുണി മുറിച്ചെടുക്കണം. 1 ഇഞ്ച് വീതിയിലും ഒരു 7 ഇഞ്ച് നീളത്തിലുമായിട്ട് നമ്മളൊരു തുണി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അവസാനം പിടിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു തുണി എടുക്കണം. അതൊരു ചതുരത്തിൽ ഇച്ചിരി നീളമുള്ള തുണിയായിരിക്കണം. എൻ്റെ കഴുത്തിച്ചിരി ഇറക്കം അധികമായി പോയപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഈ കഴുത്തിനകത്തേക്ക് വേറൊരു പീസ് വെച്ച് കൊടുത്ത് നല്ല മനോഹരമാക്കി എടുക്കാൻ പറ്റും. നമ്മൾ വൈഡുള്ള കഴുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഇറക്കം വേണ്ട എന്ന് നമുക്ക് തയ്ച്ചതിന് ശേഷമാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ ഈ പീസ് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴുത്തിൻ്റെ ഇറക്കം കുറച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒരു വലിയൊരു പീസ് വെച്ച് കൊടുത്തു. അതിന് ശേഷം അതിനകത്ത് നമ്മൾ ഫസ്റ്റ് വയ്ക്കുന്ന പീസ് നല്ല വീതിയുള്ള പീസായിരിക്കണം. കാരണം അതിന് മേളിലേക്ക് നമ്മൾ വീണ്ടും ചെറുതരം പീസുകൾ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം വയ്ക്കുന്ന പീസ് വലുതാകാൻ ശ്രദ്ധിക്കണം. പിന്നെ എന്ത് കഷ്ണം പീസ് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. കാരണം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ഒരു പീസ് നമ്മൾ കാണില്ല. നമുക്ക് ഈ സ്റ്റെപ്പുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഇത് തെന്നി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒപ്പത്തിനൊപ്പം വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതിയിട്ട് ഞാൻ എങ്ങനെ പീസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ നമ്മൾ 3 പീസ് ഞാനിപ്പോൾ ഇതിനകത്ത് 1 2 3 4 5 പീസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വെച്ചേക്കുന്ന പീസും ആ നെക്കിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന പീസും രണ്ടും ഒരു കളറായതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിൽ ഒരു വൈറ്റ് കളർ പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ കാണാൻ പറ്റുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് തെന്നി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിച്ച് നമ്മൾ കഴുത്ത് തയ്ച്ചതിന് ശേഷം നമ്മളിത് അയച്ച് കളയണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴുത്തിനകത്തേക്ക് നമ്മളിപ്പോൾ ആ പീസെല്ലാം വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിരുന്ന തയ്യലൊന്ന് അയച്ച് കളയാണ്. നമ്മളിത് സ്റ്റിച്ച് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തുണികൾ അങ്ങോട്ടും കൂടി നീങ്ങാതിരിക്കാൻ വേണ്ടി സ്റ്റിച്ച് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അത് ഞാൻ അയച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ കഴുത്ത് നമുക്ക് കുറച്ചും കൂടി മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡോറി ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് വീതിയിലും ഒരു 7 ഇഞ്ച് നീളത്തിലുമായിട്ട് ഒരു തുണി കട്ട് ചെയ്തെടുത്തായിരുന്നു. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം.
ഇനി ഇതിൻ്റെ തുമ്പത്ത് വെക്കാനായിട്ട് നമുക്ക് ഒരു 2 പീസോടും കട്ട് ചെയ്തെടുക്കണം. അതൊരു നല്ല ചതുരത്തിലുള്ള സ്ക്വയർ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ഈ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്ന തുണിയുടെ പീസാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് 2 ഇഞ്ച് വീതിയിലും 2 ഇഞ്ച് നീളത്തിലും നമുക്ക് സ്ക്വയറായിട്ട് എടുക്കാം, അല്ലെങ്കിൽ 4 ഇഞ്ചോ എത്രയാണെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്കിടെ ഡോറിയുടെ വലിപ്പം അനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ചെറുതാണ് എടുത്തിരിക്കുന്നത്. 3 ഇഞ്ച് വീതിയിലും 3 ഇഞ്ച് നീളത്തിലുള്ള ഒരു സ്ക്വയർ പീസ് ഞാൻ എടുത്തേക്കണേ. അതിനുശേഷം ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡോറി നമ്മൾ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ബീഡ്സോടും വെച്ച് കൊടുത്ത് ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ നെക്ക് നമുക്ക് നന്നായിട്ട് ഭംഗിയാക്കി എടുക്കാൻ കണ്ടതാ. ഞാനിപ്പോൾ അത് 3 ബീഡ്സ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്കും സബ്സ്ക്രൈബും വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. ഇതുപോലത്തെയുള്ള നെക്കിൻ്റെ വീഡിയോസുകളും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്